ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ കുഞ്ഞുമക്കളും ഉള്ളവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് എങ്ങനെയാണ് കുഞ്ഞു കുറുമുണ്ട് കെട്ടിക്കൊടുക്കാൻ പോകുന്നതെന്നാട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും കുഞ്ഞുങ്ങൾക്ക് മുണ്ട് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു രീതി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമ്മളിതാ മുണ്ട് ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കാം. ഇതാ നമ്മളത് രണ്ടായിട്ട് മടക്കി ഇനി നമുക്കത് ഒന്നുകൂടി 4ആയിട്ട് മടക്കിയെടുക്കണം. ഇനി ചെയ്യാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുന്നത്. ഈ കാണുന്ന ഭാഗം ഇനി നമുക്കൊന്ന് മടക്കി മടക്കി കൊടുക്കണം കേട്ടോ. ഇനി അവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ കിടത്തിയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും എടുത്ത് കെട്ടുവാണ് ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇങ്ങനെ കുഞ്ഞിനെ കിടത്തിയതിന് ശേഷം ഇങ്ങനെ കെട്ടിക്കൊടുക്കുക കേട്ടോ. കുഞ്ഞ് നല്ല രീതിയിൽ കരച്ചിലായിരുന്നു, ആളൊരു സമ്മതിക്കണേ ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ കെട്ടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് മുറുക്കി കെട്ടരുത് കേട്ടോ. കുഞ്ഞുങ്ങളുടെ വയറിന് അത് അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ശേഷം ഈ ബാലൻസ് വന്നത് താഴേക്കാക്കിയിട്ട് അതിൻ്റെ മുകളിലും കൂടെ ഒരു കെട്ട് കൊടുക്കുക. അടുത്ത രീതിയായിരിക്കും നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് മിക്കപ്പോഴും കെട്ടിക്കൊടുക്കുന്നത്. ഇവിടെ കുഞ്ഞിനെ കെടുത്തുക, ആദ്യം നമ്മൾ കെട്ടിയത് തന്നെ കെട്ടുക. ഇവിടുന്ന് ആ രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് കെട്ടിക്കൊടുക്കുക കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മൾ തുണി ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെയാണെങ്കിൽ ഇപ്പോൾ ഡയപ്പറൊക്കെ ഉപയോഗിക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോത്ത് ഡയപ്പറൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ഇതുപോലെ തുണികളൊക്കെ ഉപയോഗിക്കാൻ നോക്കുക. ഡയപ്പർ ഉപയോഗിക്കേണ്ടെന്നല്ല, അതിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കുക. നമുക്ക്
കിട്ടുന്ന സമയം പോലെ നമ്മളിങ്ങനെ മടക്കി എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ ഒരു രീതിയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഇതാ ഈ ഭാഗം ഉണ്ടല്ലോ, ആ സെൻറ്ററിൽ വരുന്ന ഭാഗം, അത് കുഞ്ഞുങ്ങളൊക്കെ യൂറിനൊക്കെ പാസ് ചെയ്യുകയാണെങ്കിൽ അത് പുറത്തേക്കൊന്നും പോവില്ല, അവിടെ നല്ല കട്ടിയായിട്ട് ഇരുന്നോളും. പിന്നെ ഇതിനൊക്കെ പുറമെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ക്ലോത്ത് ഡയപ്പറൊക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു തുണി ഉപയോഗിക്കുന്നവർ കുറവാണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഇനി അതെൻ്റെ തെറ്റിദ്ധാരണയാണോന്ന് അറിയില്ല. പിന്നെ വരുന്നത് ഈ ഒരു ക്ലോത്ത് ഡയപ്പറാണ്. ഇത് സൂപ്പർ ബോട്ടത്തിൻ്റെ ആട്ടോ. ഇതും വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. നമുക്കിത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് 3 സെറ്റായിട്ട് ആയിരുന്നു കേട്ടോ വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.